ചേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാൻ ഇസ്രയേൽ വാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമേരിക്കയായിരുന്നു ഇടപെട്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കരുത്, ഇസ്രയേലിനോട് പറയുന്നുണ്ടായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുക, ഈ ഒരു സമാധാന ചർച്ചയൊക്കെ നടക്കുകയായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയിലാണ് അമേരിക്കയുടെ അപ്പാർച്ച വിമാനത്തെ ഇറാൻ ഹെലികോപ്റ്ററിനെ. അപ്പാർച്ച ഹെലികോപ്റ്ററിനെ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ യു എസ് വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ തിരിച്ചടികളാണ്. ഇപ്പോൾ ഗൾഫ് വാർ 3.0 അതാണോ വരുന്നത്? ഏതാണ്ട് അങ്ങനെ വേണം ഇപ്പോൾ കണക്കാക്കാൻ. പ്രശ്നങ്ങളെ അത്രയും സങ്കീർണമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്, ലോകം കാണുന്നത്, ഡിഫൻസ് എക്സ്പേർട്ടുകൾ കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാനായിട്ട് അമേരിക്ക ഇറങ്ങിയതോടുകൂടിയാണ് കളി വീണ്ടും മാറുന്നത്. IRGC വളരെ രൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേഖലകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ജോർദാനിലേക്കൊക്കെ നേരത്തെ UAE ആയിരുന്നു, ഇല്ലെങ്കിൽ കുവൈറ്റ് ആയിരുന്നു, ഖത്തറായിരുന്നു, ഒമാനൊക്കെ ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ജോർദാനിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ്. ജോർദാനിലേക്ക് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ പറയുന്ന സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ജോർദാൻ അല്ല. നമ്മൾ ഈ പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. ഈ ചില രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനകത്ത് പല പക്ഷാഭേദങ്ങളും നമ്മൾ കാണുന്നുണ്ടായി. അതായത് കേരളത്തിലുള്ള ഈ പറയുന്ന സുഡാപ്പികൾക്കൊന്നും ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനോട് വലിയ യോജിപ്പ് കുറവൊന്നുമില്ല. ആക്രമിച്ചോട്ടെ എന്നാണ് പറയുന്നത്. അവിടെ അമേരിക്കയല്ലേ ഉള്ളത്, അവിടുത്തെ സാധാരണക്കാർ മരിക്കുന്നതിൽ പോലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഈ ഇപ്പോൾ നടന്ന ആക്രമണം, ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗൾഫിൽ. മലയാളിയല്ല, ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അൽ അസ്രക്കിന് നേർക്കാണ് IRGC ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ മാധ്യമങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൺഫേം ചെയ്യുന്നുണ്ട്. F-35 ഹാങ്ങറുകളാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഹാങ്ങറുകളിലൊക്കെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുണ്ട്. ഈ യുദ്ധവിമാനങ്ങളെയാണ് നിരന്തരമായിട്ട് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് യുദ്ധവിമാനങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയാമോ? വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് ഓരോ യുദ്ധവിമാനവും. ഓരോ യുദ്ധവിമാനത്തിലെയും പൈലറ്റ് ഈ വിമാനം തകർത്താൽ അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിക്കിൽ നിന്ന്, അതായത് അതിൽ നിന്നുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം മറികടന്ന് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒരു പൈലറ്റ് പോകുന്നത് മാത്രമല്ല, ഒരു പൈലറ്റിനെ മാറ്റി നിർത്താൻ കുറച്ച് നാളത്തേക്ക് ഒരു യുദ്ധവിമാനത്തിനെയും ഇല്ലാതാക്കാം എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയാണ്, 600-700 കോടി ഡോളറാണ് ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക ചിലവഴിക്കുന്നത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേറെ വിലപിടിപ്പുള്ള യുദ്ധവിമാനങ്ങളെയൊക്കെ തകർത്ത് കഴിഞ്ഞാൽ വലിയ ലാഭമാണ്, അല്ലെങ്കിൽ വലിയ നേട്ടമാണ് ഇറാന് സംഭവിക്കുന്നതെന്നുള്ളതാണ്. ഇത് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണത് പോലെ ഇത് മാത്രമല്ല, അമേരിക്കയ്ക്ക് നിരന്തരമായിട്ട് അവരുടെ F-35 എന്ന് പറയുന്ന സാധനമില്ലേ, F-35 യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് ഷെഡിൽ കയറിയ ഒരു വിമാനം ഉണ്ടല്ലോ, കട്ടപ്പുറത്തായത്. അപ്പോൾ ആ നമ്മുടെ പരസ്യങ്ങളിലും കാർട്ടൂണുകളിലും അടക്കം വന്ന ഈ യുദ്ധവിമാനങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. ഇറാൻ നിസ്സാര കക്ഷിയല്ല. അമേരിക്കയ്ക്ക് അടിച്ചിടാൻ പറ്റുന്നതിനേക്കാൾ പവർ അവർക്കുണ്ട് എന്നുള്ളതാണ്. ഒന്നും ഇല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ വാർ കൊണ്ട് അവസാനിപ്പിക്കാൻ പോലും അമേരിക്കയ്ക്ക് ഇത്തിരി ആലോചിക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ്. കാരണം എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ കഴിയില്ല. ഒരു പതിയിരിക്കുന്ന മൃഗത്തെ, ഇല്ലെങ്കിൽ ഒരു കാട്ടിനിടയിൽ മറഞ്ഞിരിക്കുന്ന മൃഗത്തെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതിൻ്റെ ആക്രമണശേഷി. അത് വളരെ യൗവനയുക്തരായിട്ടുള്ള, വളരെ ശേഷിയുള്ള, ആരോഗ്യവാനായ ഒരു മൃഗമാണോ അതോ പരിക്കേറ്റ് കിടക്കുന്ന മൃഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം പക്ഷേ അതിന് ഈ വ്യക്തമല്ല. യുഎസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ അത്രയങ്ങ് ന്യൂക്ലിയർ ബോംബിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ലല്ലോ. ഇപ്പൊ അവരുമായിട്ട് ട്രംപ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ളത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതെ. ഇസ്രയേലിനെ നിരന്തരം ആ, വേണ്ട വേണ്ട ചെയ്യരുത് എന്ന് പറയുകയും അവസാനം ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനെതിരെ തിരിച്ചടിച്ചത്. അതെ. അങ്ങനെ തിരിച്ചടിച്ചപ്പോഴാണ് ഇറാൻ നേരെ ഇസ്രയേലിലേക്കല്ല ആക്രമണമായിട്ട് വരുന്നത്, നേരെ ഈ അറബ് രാജ്യങ്ങളിലേക്കാണ്, ഗൾഫ് അവിടുത്തെ രാജ്യങ്ങളിലേക്കാണ്. അവിടുത്തെ അമേരിക്കൻ അതെ. താവളങ്ങൾക്ക് നേരെയാണ്. ഈ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അൽസലൈമിലേക്ക് വരുന്നു എന്ന് പറയുന്നു. കുവൈറ്റിൽ തന്നെ അൽസലൈമിലേക്കാണ് അടുത്ത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബഹ്റൈൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ തവണയാണെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഈ ഗൾഫ് റീജിയനിലേക്കൊക്കെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് ആ ഒരു US-ന്റെ സേനകളിലെ അല്ലെങ്കിൽ അവിടെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. ഇത് പോകുന്ന സമയത്ത് ബാക്കിയുള്ളിടത്ത് ഇതൊക്കെ വീഴുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടതാണ്, പൊട്ടിത്തെറിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ വീഴുന്നതിൻ്റെയും ഇത്തരം കാര്യങ്ങൾ കൂടെ ഇപ്പോൾ ബാക്കിയുള്ള ഈ ഗൾഫ് രാജ്യങ്ങളുള്ള ബാക്കിയുള്ളവരെ കൂടെ ബാധിക്കില്ലേ? ഉറപ്പായിട്ടും ബാധിക്കും. ഇത് മാത്രമല്ല, നമ്മളെ ബാധിക്കും, ഇത് ഇന്ത്യയെ ബാധിക്കും.
നമ്മളുടെ ഇവിടെ പാചകവാതകത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എല്ലായിടത്തും കൂടുന്നതിനേക്കാളൊന്നും കൂടുന്നില്ല. 30%, 35%മാണ് കാനഡയിൽ വർദ്ധിച്ചത്. പാകിസ്ഥാനിൽ 500 കടന്നിരിക്കുകയാണ് പെട്രോളിൻ്റെ വില എന്നുള്ളതാണ്. പിന്നെ അവിടെ പാകിസ്ഥാൻ പിന്നെയും പിടിച്ചിരിക്കുന്ന ഈ ഇറാഖിൽ നിന്നുള്ള കള്ളക്കടത്താണ് പാകിസ്ഥാനിലേക്ക് വ്യാപകമായിട്ട്. കന്നാസുകളിൽ ബൈക്കിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഇവർ കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കള്ളക്കടത്ത് നടത്തിയിട്ട് പോലും പാകിസ്ഥാനിൽ വില കുതിച്ചു വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഗതിയില്ലാത്ത രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ പോകുമ്പോൾ ഇന്ത്യ പിടിച്ചിരിക്കുന്നുണ്ട്. ഈ ഹോർമൂസ് ഇനി ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഹോർമൂസ് നിർണായക ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക സമാധാനത്തിന് ശ്രമിക്കുമ്പോഴും ഇറാൻ വഴങ്ങാതിരിക്കുന്നതിൽ ഒരു വിലപേശലിൻ്റെ പ്രധാന ശക്തി ഹോർമൂസാണ്. ഹോർമൂസ് അടയുന്നത് കൂടി, ഹോർമൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ആരൊക്കെ ഈ യുദ്ധത്തിനെതിരാവുന്നു? ഇന്ത്യ എതിരാവുന്നു, റഷ്യ എതിരാവുന്നു, ചൈന എതിരാവുന്നു, ജപ്പാനും ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ എതിരാവുകയാണ്. ഹോർമൂസ് അടഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഈ പറയുന്ന എണ്ണ വിതരണ സംവിധാനത്തിനെ ഏതാണ്ട് അയൺ കർട്ടൻ ഇടുകയാണ്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ചലിക്കാൻ കഴിയുന്നില്ല. പിന്നെ വലിയ ദൂരം സഞ്ചരിച്ച് വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് ഇതൊക്കെ കൊണ്ടുവരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറും കാര്യങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രതിസന്ധിക്ക് മേൽ പ്രതിസന്ധി ഓരോ രാജ്യത്തിനെ ഉണ്ടാക്കും. അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നറിയും, ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറും. ഇത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാം. ഒരു സന്തുലിതമായ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ പോകുന്ന ശക്തി ഹോർമൂസിനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇറാനെ ഇത്രമേൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും അമേരിക്കയ്ക്ക് പലപ്പോഴും ഇസ്രായേലിനോട് ആക്രമിക്കരുത് എന്ന് പറയാനുമുള്ള തുറുപ്പ് ചീട്ട്. അല്ലാതെ ഈ പറയുന്ന മിസൈൽ ആക്രമണങ്ങളല്ല. അമേരിക്കയ്ക്ക് ചിലവായിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ തോത് നിസ്സാരമല്ല. കാരണം ഇവർ ചെയ്തത് അതാണ്. GI പൈപ്പിനകത്തൊക്കെ നിറച്ചടിക്കുന്ന മിസൈലുകൾ ചെന്ന് വീഴുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പാട്രിയോട്ടിൽ നിന്ന് 2-3 മിസൈലുകൾ പോകേണ്ടി വരുന്നു. അങ്ങനെ പോകുന്ന മിസൈലുകൾക്ക് വേണ്ടിയിട്ട് ശതകോടി ഡോളറുകളാണ് ചിലവഴിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും കോടി രൂപ അത്രയും കോടി ഡോളർ ചിലവഴിക്കുന്ന അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതാണ്. ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ആയുധങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യും? അതുമല്ല, ഒരു വർഷം അമേരിക്കയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ തോത് എണ്ണം എന്ന് പറയുന്നത് 600 പ്രതിരോധ സംവിധാനങ്ങളാണ്. അതായത് 600 പാട്രിയോട്ട് പ്രതിരോധ സംവിധാനങ്ങൾ, 600 മിസൈലിൽ കൂടുതൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റൊരു പ്രതിരോധ സംവിധാനത്തെ ഉയർത്തേണ്ടി വരും. ഇതിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ മിനറൽസ്, അതുപോലുള്ള ധാതുക്കളൊക്കെ വേണം. അത് ഭൂരിപക്ഷം ഇരിക്കുന്നത് ചൈനയുടെ കയ്യിലാണ്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉക്രൈനെ യുദ്ധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഡോൺ ബോസ്കോ മേഖലയിൽ നിന്ന് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനോട് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ബലൂചിസ്ഥാനിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോകത്തിലെ അപൂർവ ധാതുക്കൾ യുദ്ധത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ധാതുക്കൾ, ആ ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ചൈന പറയും ഹോർമൂസ് തുറക്ക്, യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയും. ഇതൊരു ചെക്സ് ആൻഡ് ബാലൻസിൻ്റെ ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ചെക്ക് വയ്ക്കുമ്പോൾ ഇപ്പുറത്ത് ബാലൻസ് പോകും. അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ വീണ്ടും ചെക്ക് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ഒരു ബലാബലം കളിക്കുന്ന ഒരു തുലാസിലാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനം എന്നുള്ളതാണ്. ഇറങ്ങി തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പുലിപ്പുറത്ത് കയറുക എന്ന് പറയില്ലേ, സാറപ്പോഴും ചർച്ച ചെയ്ത് പറയാറുള്ള കാര്യം സുനിൽ സാർ. അപ്പോൾ പറയുന്ന പോലെയാണ്, ഈ പുലിപ്പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങിയാൽ പുലി പിടിക്കും. അപ്പോൾ പുലിപ്പുറത്ത് കയറിയ അവസ്ഥയിലാണ് അമേരിക്ക ഇരിക്കുന്നത്. ഗതികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയാണ് ലോകത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവമായ. തീർച്ചയായും ഇനിയിപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യയിലേക്ക് ഈ ഒരു വാറ് മാറുന്ന സമയത്ത് US-ന് ഇനി ആ ഒരു സമാധാന ചർച്ചയ്ക്ക് അപ്പുറത്തേക്കും തിരിച്ചടിക്കാതിരിക്കാനും പറ്റില്ല. അതൊരു വലിയ കാര്യമല്ലേ? അതെ, അതാണ് ഇതിനകത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. US-ന് അഭിമാന പ്രശ്നമുണ്ട്. ആ അഭിമാന പ്രശ്നവും കൂടെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. US-ന് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ്, കരാറാണ് വേണ്ടത്. ട്രംപിന് വേണ്ട കരാറാണ്. കരാറില്ലെങ്കിൽ ട്രംപിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കരാറിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. യുദ്ധമല്ല അമേരിക്കയുടെ വഴി എന്ന് സ്വയം തിരിച്ചറിച്ചുകൊണ്ടിരിക്കുകയാണ്, പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും
അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.